നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ഗാസയിലെ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രായേലും ഹമാസും അംഗീകാരം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതനുസരിച്ച് എല്ലാ ഇസ്രായേലി ബന്ദികളെയും ഉടൻ മോചിപ്പിക്കുമെന്നും ഇസ്രായേൽ സൈന്യം അംഗീകരിച്ച അതിർത്തിയിലേക്ക് പിൻവാങ്ങുമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു. ഇത് ശക്തവും സുസ്ഥിരവുമായ സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുകളായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇതൊരു മഹത്തായ ദിവസമാണ്. എല്ലാ കക്ഷികളോടും നീതിപൂർവ്വം പെരുമാറുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ ചരിത്രപരമായ കരാറിന് വഴിയൊരുക്കിയ ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥരുടെ ശ്രമങ്ങളെയും ട്രംപ് പ്രശംസിച്ചു. വ്യാഴാഴ്ച സർക്കാർ യോഗം ചേർന്ന് കരാർ അംഗീകരിക്കുമെന്ന് ബന്ദികളുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണെന്നും നെതന്യാഹു അറിയിച്ചു. ദൈവസഹായത്താൽ ഞങ്ങൾ അവരെല്ലാം വീട്ടിലെത്തിക്കുമെന്നും നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു. ഗാസയിൽ ദീർഘകാലം സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലായി ഈ പ്രാരംഭ കരാർ കണക്കാക്കപ്പെടുന്നു. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചതിന് 2 വർഷവും 2 ദിവസവും ശേഷമാണ് ഈ പ്രഖ്യാപനം. അന്നത്തെ അക്രമത്തിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഈ പ്രാഥമിക സമാധാന ഉടമ്പടി പ്രഖ്യാപനത്തെ ലോകമെമ്പാടുമുള്ള നേതാക്കൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ കൂടുതൽ ആവശ്യങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ട്. ഹമാസ് നേതാവ് മർവാൻ ബർഗൂദിയെ മോചിപ്പിക്കണമെന്നും യുദ്ധത്തിനിടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെയും മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ വിട്ടു നൽകാനും ഹമാസ് ആവശ്യപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബന്ദി കൈമാറ്റ കരാർ പ്രകാരം മോചിപ്പിക്കേണ്ട ഇസ്രായേലി ബന്ദികളുടെയും പാലസ്തീൻ തടവുകാരുടെയും പേരുകളുടെ പട്ടിക കൈമാറിയതായി ഹമാസ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച 20 നിർദ്ദേശങ്ങളിൽ ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി. സെപ്റ്റംബർ 29 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപ് 20 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം, ഗാസയിൽ ഹമാസ് അധികാരമൊഴിയുകയും ആയുധം ഉപേക്ഷിക്കുകയും വേണം, പകരം തടവിലായിരിക്കുന്ന പാലസ്തീനികളെ ഇസ്രായേൽ വിട്ടയക്കുമെന്നിവയായിരുന്നു പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ. ഗാസയിലെ സഹായ വിതരണം UN, റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വഴി നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും ഘട്ടം ഘട്ടമായി പിന്മാറുമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. പാലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമിതി രൂപീകരിക്കും. ഗാസ വിട്ടുപോകാൻ ആരെയും നിർബന്ധിക്കില്ല, എന്നാൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നവരെ അതിനനുവദിക്കുമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഹമാസും ഇസ്രായേലും പദ്ധതി അംഗീകരിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വ്യാപാരത്തിൽ ഇന്ത്യക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ഇരട്ടിയാക്കി റഷ്യ. ജൂലൈ ഓഗസ്റ്റ് കാലയളവിൽ ബാരലിന് വിപണി വിലയേക്കാൾ $1 ഡിസ്കൗണ്ടിലായിരുന്നു ഇന്ത്യൻ കമ്പനികൾക്ക് റഷ്യ നൽകിയിരുന്നത്. നവംബറിലേക്കുള്ള ഇറക്കുമതിക്ക് ഇത് 2 മുതൽ $2.50 വരെയായി ഉയർത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്രൂഡ് ഓയിൽ വിലയിൽ ബാരലിന് ഓരോ $1 കുറയുമ്പോഴും ഇറക്കുമതി ചെലവിൽ ശതകോടികൾ ലാഭിക്കാൻ ഇന്ത്യക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികൾ നവംബറിലും വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടിയേക്കും. ഈ മാസം പ്രതിദിനം 17 ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണ ഇന്ത്യൻ കമ്പനികൾ വാങ്ങുന്നുണ്ടെന്ന് ഈ രംഗത്തെ നിരീക്ഷണ സ്ഥാപനമായ ക്ലെപ്പറിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഓഗസ്റ്റിനേക്കാൾ 6% അധികമാണിത്. നവംബറിൽ ഇറക്കുമതി ഇതിലും കൂടാം. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ റഷ്യൻ എണ്ണ ഇറക്കുമതിക്കുള്ള പിഴയെന്നോണം 25% അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യക്ക് മേൽ US ഇപ്പോൾ ചുമത്തുന്ന മൊത്തം തീരുവ 50%. തീരുവ ഭാരം കുറയ്ക്കാനും യുഎസുമായുള്ള വ്യാപാര കരാർ അനുകൂലമാക്കി മാറ്റുന്നതിനുമായി വൻതോതിൽ അമേരിക്കൻ എണ്ണ വാങ്ങാനുള്ള നീക്കങ്ങൾ ഇന്ത്യൻ കമ്പനികൾ നടത്തുന്നുണ്ട്. പാകിസ്ഥാന് കൂടുതൽ അംറാം മിസൈലുകൾ നൽകാൻ അമേരിക്ക. F-16 വിമാനങ്ങളിൽ നിന്നും തൊടുക്കുന്നതിനാണ് ഈ മിസൈലുകൾ ഉപയോഗിക്കുക. എത്ര മിസൈലുകളാണ് നൽകുന്നതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. പാകിസ്ഥാൻ വ്യോമസേനയുടെ തലവൻ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ ജൂലൈയിൽ അമേരിക്ക സന്ദർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ അമേരിക്ക പരിഗണിച്ചതെന്നാണ് വിവരം. മെയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം തീർത്തത് താൻ ഇടപെട്ടാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ട്രംപിന്റെ അവകാശവാദം പാകിസ്ഥാൻ അംഗീകരിക്കുകയും ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഭരണകാലത്തൊഴികെ ഒരിക്കലും ഇന്ത്യയിൽ ഐക്യമുണ്ടായിരുന്നില്ല എന്ന വിചിത്രവാദവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്.
മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആസിഫ് ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്ത പ്രസ്താവന നടത്തിയത്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് ആസിഫിന്റെ പരാമർശങ്ങൾ. ഇന്ത്യയുമായി വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും പാകിസ്ഥാൻ അതിനായി സജ്ജമായിരിക്കേണ്ടതുണ്ടെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു. യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ദൈവഹിതമുണ്ടെങ്കിൽ ഇത്രയും കാലം ഉണ്ടായതുപോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്നും തങ്ങൾക്കായിരിക്കും യുദ്ധത്തിൽ നേട്ടമുണ്ടാവുകയെന്നും പാക് മന്ത്രി പറഞ്ഞു. അഫ്ഗാൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 9 സൈനികരും 2 ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തു. ഖുറമിൽ വടക്കു പടിഞ്ഞാറൻ ജില്ലകളിൽ പാകിസ്ഥാൻ സൈനികരെ ലക്ഷ്യമിട്ട് റോഡരികിൽ ബോംബുകൾ പതിപ്പിച്ചിരുന്നു. പിന്നാലെ ഭീകരവാദ സംഘം സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ജില്ലയായ ഒറാക്സായിൽ 19 ഭീകരവാദികളെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനിലാണ് സൈനികർ മരിച്ചതെന്ന് പാക് സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. സൈനിക വാഹന വ്യൂഹത്തെ ആക്രമിച്ചത് പാകിസ്ഥാൻ താലിബാൻ സംഘമാണെന്ന് താലിബാൻ റോയിട്ടേഴ്സിന് നൽകിയ പ്രസ്താവനയിലും പറയുന്നുണ്ട്. കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ മുൻ പ്രസിഡന്റ് ജോസഫ് കബീലയ്ക്ക് വധശിക്ഷ വിധിച്ചതിൽ പ്രതിഷേധമറിയിച്ച് രാജ്യത്തെ കത്തോലിക്ക മെത്രാൻ സമിതി. വധശിക്ഷ സുവിശേഷ മൂല്യങ്ങളോട് ചേർന്ന് പോകില്ല എന്നും മുൻ പ്രസിഡന്റിന് വധശിക്ഷ നൽകുന്നത് രാജ്യത്തെ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകരമാകില്ല എന്നും മെത്രാൻ സമിതി പ്രസ്താവിച്ചു. ജോസഫ് കബീലയ്ക്ക് വധശിക്ഷ വിധിക്കുന്ന തീരുമാനം തങ്ങളെ ഞെട്ടിച്ചുവെന്നും ഇത് ഏവരെയും പിന്നോക്കം കൊണ്ടുപോകുന്ന നടപടിയാണെന്നും ജീവന്റെ സംരക്ഷണത്തിനും സുവിശേഷ മൂല്യങ്ങൾക്കും എതിരായ നടപടിയാണെന്നും മെത്രാൻമാർ പ്രസ്താവിച്ചു. വധശിക്ഷയും അതിനു പിന്നാലെ പ്രതികാര യുക്തിയും സുവിശേഷവുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നും സമാധാനം, ദേശീയ ഐക്യം, രാജ്യത്തിന്റെ സമഗ്രത എന്നിവ പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ മുൻ പ്രസിഡന്റ് കബീലയ്ക്ക് കിൻഷാസയിലെ മിലിറ്ററി സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചതിൽ തങ്ങൾ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നുവെന്ന് ലുബുബാഷി അതിരൂപതാധ്യക്ഷനും മെത്രാൻ സമിതി പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് ബുൾഗാൻസ് മുദേവ പ്രസ്താവിച്ചു. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യതകളും പ്രതിരോധ സാങ്കേതിക സഹകരണവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു ഈ സുപ്രധാന ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ വ്യാപാര നിക്ഷേപ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ കരാർ. ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുക, കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും തീരുവ കുറയ്ക്കുക എന്നിവയാണ് കരാറിലെ പ്രധാന ലക്ഷ്യങ്ങൾ. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള 99% കയറ്റുമതികൾക്കും ബ്രിട്ടൻ താരിഫ് ഇളവ് നൽകും. ഇത് ഇന്ത്യൻ കർഷകർക്കും വ്യവസായികൾക്കും വൻ നേട്ടമാകും. തുകൽ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ഷൂസ്, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് ബ്രിട്ടീഷ് വിപണിയിൽ വില കുറയും. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ, അതായത് വിസ്കി, ആഡംബര കാറുകൾ തുടങ്ങിയവയുടെ തീരുവ കുറയ്ക്കുന്നതിനും ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി 90% ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെയും തീരുവ 10 വർഷത്തിനുള്ളിൽ ഇല്ലാതാകും. പ്രതിവർഷം 60,000-ലധികം ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് ഗുണം ചെയ്യുന്ന നിരവധി ഇളവുകളും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഷെഫ്, യോഗ അധ്യാപകർ, സംഗീതജ്ഞർ എന്നിവർക്ക് യുകെയിൽ താമസിക്കുന്നതിനും ജോലി നേടുന്നതിനും എളുപ്പമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 2030ഓടുകൂടി ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു പ്രധാനമന്ത്രിമാരും മുംബൈയിൽ നടക്കുന്ന 6ാമത് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തി. ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തയച്ച് യുഎസിലെ നിയമനിർമ്മാണ സഭാ പ്രതിനിധികൾ. യുഎസ് ചുമത്തിയ വ്യാപാര തീരുവ ഇന്ത്യയെ ചൈനയും റഷ്യയുമായി അടുപ്പിച്ചുവെന്നും കത്തിൽ വിമർശനമുണ്ട്. ഇന്ത്യൻ അമേരിക്കക്കാരുൾപ്പെടെയുള്ള 19 നിയമനിർമ്മാണ സഭാ പ്രതിനിധികളാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. കോൺഗ്രസ് അംഗങ്ങളായ റോഗന്ന, ഡെബോറോ റോസ് എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല നടപടികൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവുമായുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതായും ഇരു രാജ്യങ്ങൾക്കും ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തെന്ന് നിയമനിർമ്മാണ സഭാ പ്രതിനിധികൾ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിർണായകമായ ഈ പങ്കാളിത്തത്തെ പുനഃക്രമീകരിക്കാനും കേടുപാടുകൾ തീർക്കാനും അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം കൈക്കൊണ്ട നടപടികൾ US വിരുദ്ധപക്ഷത്തുള്ള റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നയതന്ത്രപരമായും സാമ്പത്തികപരമായുമുള്ള ഇടപെടലുകൾക്ക് ഇന്ത്യയെ നിർബന്ധിച്ചെന്നും കത്ത് ചൂണ്ടിക്കാണിക്കുന്നു. വെൽ ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.